അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, ചിക്കൻ റോസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി ഒഴിച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ജീരകം ഇട്ട് അതിന് ശേഷം കുറച്ച് സ്പൈസസ്, പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ജാതിപത്രി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇഞ്ചി ഞാൻ പൗഡറായിട്ടാണ് ചേർക്കുന്നത്, അതാണ് ഇപ്പോൾ ഇടാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ടതിന് ശേഷം സവാള കട്ട് ചെയ്തതും ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് സവാള ബ്രൗൺ ആയതിനു ശേഷം തക്കാളി ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്ന ആ ഒരു എണ്ണയിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇറച്ചി മസാലയുടെ പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഇഞ്ചി, ഇത്രയും പൗഡേഴ്സാണ് അതിലോട്ട് ഇട്ടിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്നിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മൊത്തം ആ സവാളയും തക്കാളിയും കൂട്ടിയിട്ട് ഒന്നാകെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മസാലയൊക്കെ അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ഇടാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇടുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചാൽ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തതാണ്, എണ്ണയൊന്നും ചേർക്കാണ്ട്. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ചിക്കൻ ഫ്രൈയിലും ചേർത്തിട്ടത്. എരിവ് അതുകൊണ്ട് വളരെ കുറവാണ്, കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, എരിവ് അത്ര ഇല്ല. ഈ ഒരു മുളക് പൊടിയുടെ ആ ഒരു കളറാണ്. അപ്പോൾ കണ്ടോ, മസാല മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഇങ്ങനെ മാത്രം ചെയ്യാമെന്നാണ്, പിന്നെയാണ് എനിക്ക് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് തിളച്ച വെള്ളം, ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റാക്കി എടുത്ത് എന്നിട്ട് ആണ് പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിൽ രണ്ടാം പാലും അങ്ങനെ ഒന്നും ആഡ് ചെയ്യണില്ല, ഒരൊറ്റ പാല് കട്ടിയിലെടുത്തിട്ട് ആ ഒരു പാല് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ആ മസാലയ്ക്ക് ചിക്കനിലോട്ട് പിടിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ആ മസാലയൊക്കെ കുറുകി വരുന്നവരെ വയ്ക്കുക. കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളേ, ഒന്നാകെ ഗ്രേവി ടൈപ്പ് അല്ല, അത് ഭയങ്കര റോസ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ഉള്ളത് കേട്ടോ. കണ്ടോ, വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം തന്നെ കാണുന്നില്ല, അപ്പോൾ അത്രയും കുറച്ച് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഇത് ആ ഒരു ടൈപ്പ് കറിയല്ല, ഇത് ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഫിനിഷ് ചെയ്തു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെയ്തിട്ട് കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തി, ദോശ, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടോ ഇങ്ങനെ ഇപ്പോൾ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും കുറച്ച് നെയ്യ്, ഒരു ഇത്തിരി നെയ്യും കൂടി ഇട്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.